ഒട്ടും സുഖമില്ല. എനിക്ക് നല്ലോണം ഉറക്കമായിരുന്നു. പിന്നെ ഇപ്പോഴും വളരെ വേദനയോടു കൂടിയാണ് ഞാൻ ഈ രാത്രിയിൽ ലൈവ് ഇടേണ്ട ഒരു കാര്യം. ആരെങ്കിലും ഉണ്ടോ? നല്ല ജലദോഷവും പനിയൊക്കെ ഉണ്ട്. ശബ്ദം പോലും ഇത്തിരി പ്രശ്നത്തിലാണ്. ആരെങ്കിലും ഉണ്ടോ? പിന്നെ ഇതിനകത്ത് ഹായ്, ആരുമില്ല, എല്ലാവരും ഉറങ്ങിക്കാണെന്ന് തോന്നുന്നല്ലേ. പക്ഷെ ഇപ്പം ഞാൻ ഈ ലൈവിൽ വന്ന കാര്യം കാരണം ഉരുൾപൊട്ടൽ എന്നുള്ളത് നമ്മളിപ്പോഴേ മനസ്സിലാക്കി കഴിഞ്ഞു. ഞാൻ ഇതിനു മുമ്പേ എൻ്റെ ഫേസ്ബുക്ക് ലൈവ് എടുത്ത് കാണുമ്പോഴും ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്ത് കണ്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി കാണും അമ്പൂരി വെള്ളട പഞ്ചായത്തുകളുടെ അവസ്ഥ. പക്ഷെ നല്ല മഴ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് പോലും ഇപ്പോൾ ഭയമാണ് ഏത് സമയത്താണ് ഉരുൾപൊട്ടുന്നത് എന്ന്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് പേര് കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് നമ്മുടെ 24 ന്യൂസിൽ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പരിഗണിക്കപ്പെടും എന്നുള്ള കാര്യങ്ങളും കേട്ടപ്പോഴും എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. കാരണം ഇനിയിപ്പം നാളെ മുതൽ മഴ പെയ്തോ ഉരുൾപൊട്ടുന്നോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതിനു മുമ്പേ ഞാനൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെള്ളട പഞ്ചായത്തിനകത്തൊരു പാറക്കോറിയുടെ ഒരു വിഷയവും അവർ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയവും കൂടെ. പക്ഷെ ഇതിനകത്ത് പൊട്ടിക്കുന്ന ആ സമയത്ത് പോലും ഏകദേശം 1.5-2 കിലോമീറ്റർ ഉൾപ്പെടെ അത് വല്ലാത്തൊരവസ്ഥയിലാണ് നാട്. ഭയക്കുന്നുണ്ട് ഇപ്പോഴും. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് തന്നു, കുഴപ്പമില്ല. പിന്നെ ഇത് ഇവർ അടുത്ത മാസം ഓപ്പൺ ചെയ്യുന്നു എന്ന് അറിഞ്ഞത് കൊണ്ടുള്ള ഒരു വിഷയമായിട്ടാണ് ഞാനിപ്പോൾ ഈ രാത്രിയിൽ തന്നെ ഞാൻ ഈ ലൈവ് ഇടുന്നത്. ഇനി അങ്ങനെ ഒരു സംഭവം നടന്നാൽ സത്യത്തിൽ ഒരു നാട് മുഴുവനും നശിക്കും, അതിലൊരു സംശയവും വേണ്ട. പിന്നെ ഇതിനകത്ത് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കാരണം കോറിക്കാർക്ക് അവർക്ക് ലക്ഷങ്ങളും പിന്നെ അതുപോലെ തന്നെ അവരെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ച രാഷ്ട്രീയ നേതാക്കന്മാരുൾപ്പെടെ അവർക്കൊക്കെ വിഷയം ഉണ്ടാവാം. പക്ഷേ ഷാജഹാൻ കുടപ്പനമോടാണ് ഇപ്പോൾ ഈ രാത്രി ഈ 11:30 ശേഷം വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ CM ഉൾപ്പെടെ മനസ്സിലാക്കി കണ്ടു. ഇവിടെ തന്നെ BJPയുടെ നേതാക്കന്മാരില്ലേ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരില്ലേ, CPMൻ്റെ നേതാക്കന്മാരില്ലേ. ഇനി ഇവിടെ ഒരു കോറി ഇനി ഓപ്പൺ ചെയ്യാൻ പാടില്ല. ഒട്ടും സുഖമില്ല. എങ്കിലും ഈ ലൈവിൽ ഇപ്പോഴും വരാനുള്ള കാര്യം, ഇനി ഇവിടെ ഒരു കോറി ഓപ്പൺ ചെയ്താൽ ആ കോറിയുടെ മുകളിൽ നിന്ന് ഷാജഹാൻ കുടപ്പനമോട് താഴേക്ക് ചാടും. അപ്പോൾ മനസ്സിലാക്കി തരാം, ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ? പിന്നെ സുപ്രീം കോടതി ഓർഡർ, അതായത് പിന്നെ ഇതിനകത്ത് തടസ്സം ചെയ്ത കുറച്ച്, അതായത് ഇത് തടയാൻ വേണ്ടിയിട്ട് ലോറിയിലെ കുറച്ച് പയ്യന്മാരുണ്ടായിരുന്നു, അതെല്ലാം തടസ്സം ചെയ്ത് ക്ലോസ് ചെയ്തു. അപ്പോൾ റീ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അവർ. ഇനി ഈ കോറി റീ ഓപ്പൺ ചെയ്താൽ ഒട്ടും വയ്യ, സുഖമില്ലാതെ ഇരുന്നിട്ടും ഞാനിപ്പോൾ ഈ രാത്രിയിൽ അവരെന്തോ അടുത്ത മാസം സുപ്രീം കോടതി എന്തോ ഓർഡർ കൊടുക്കും. ഏത് ഓർഡർ കൊടുത്താലും ഷാജഹാൻ ഒരു ഓർഡറും വേണ്ട, ഇവിടുത്തെ നാട്ടുകാർക്ക് ഓർഡർ വേണ്ട. പക്ഷെ ഇതുപോലെ മക്കൾ ഇത്ര 400 പേരോളം, മനസ്സിലായില്ലേ? ഇതുപോലൊരു സംഭവം അമ്പൂരി പഞ്ചായത്തിലും വെള്ളട പഞ്ചായത്തിലും നടക്കാൻ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ സമ്മതിക്കില്ല എന്നും ഒരു കാര്യം മാത്രം ഉറപ്പ് തരികയാണ്. ഞാനന്ന് ഇതിനു മുമ്പേ ഇവരുടെ കോറിയിൽ പോയി ഒരു ലൈവ് എടുത്തു. ലൈവിട്ട്
ഹായ്. ലൈവ് ഇട്ടു. അന്നും എന്നെ വണ്ടിയേറ്റി കൊല്ലൂ എന്നൊക്കെ പലവന്മാരെ ഭീഷണിപ്പെടുത്തി. ഇപ്പോൾ വണ്ടിയേറ്റി കൊന്ന എന്ത്? ഷാജഹാൻ എന്താണ് പേടി? പടച്ചവനല്ലേ. ഷാജഹാനെ സംരക്ഷിക്കുന്ന പടച്ചവനാണ്. മനസ്സിലായില്ലേ? ഇനിയിപ്പം എൻ്റെ മരണം പടച്ചവൻ തീരുമാനിച്ചിട്ടുണ്ട്. ദൈവം എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതങ്ങനെയാണെങ്കിൽ ഞാൻ മരിച്ചു, കുഴപ്പമില്ല. ഷാജഹാന് മരണത്തിനെ പേടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? പിന്നെ ഇപ്പം ഞാൻ പറയുന്ന കാര്യം, ഇനി തേക്കുപാറ കോറി ഓപ്പൺ ചെയ്താൽ ഷാജഹാൻ അഥവാ യുവമാർ ലോറിയേറ്റി കൊന്നില്ലെങ്കിൽ ഞാൻ അവന്മാരെ കോറിയുടെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്ത് ചാടും. കാരണം എന്തെന്നറിയാമോ? കാരണം ഇനി ഒരു ഓപ്പൺ മൈൻഡ് വന്ന പിന്നെ എന്നെ യുവമാർ ഭസ്മം പോലെ ആക്കുമായിരിക്കും. അതൊന്നും കുഴപ്പമില്ല. ഈ കോറയ്ക്കകത്ത് ഒരുത്തൻ തള്ളിയിട്ട് കൊന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കോറയിൽ പോലും അത് നമ്മൾ പല സിനിമയിലും കണ്ടിട്ടില്ലേ. പക്ഷെ അമ്പൂരി പഞ്ചായത്തിലും വെള്ളട പഞ്ചായത്തിനകത്ത് ഇനി ഒരു കോറിയും പ്രവർത്തിക്കില്ല എന്ന് 100%. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ ജനങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കണം. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഇതുകൊണ്ടാണ് ലോറി ഓടിച്ച് ജീവിക്കണത്, ചല്ലി എടുത്ത് ജീവിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചല്ലി എടുത്ത് ജീവിച്ചാലും മക്കളും അമ്മയൊക്കെ വേണ്ടേ നമുക്ക്? ചല്ലി മാത്രമല്ലല്ലോ, എടുത്ത് പ്രവർത്തിക്കുന്ന കാര്യമല്ലല്ലോ. കാരണം നമ്മളെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതല്ലേ ഉദ്ദേശം. അല്ല, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, പലരും എൻ്റെ ഞാൻ അന്ന് ലൈവ് ഇട്ടപ്പോൾ തന്നെ എൻ്റെ അതിൻ്റെ അടിയിൽ തന്നെ വന്ന് കമാൻഡ് ഇട്ടിട്ടുണ്ട്, ജീവൻ രക്ഷിക്കുക, ഇവർക്ക് ഞങ്ങൾക്ക് ജോലി വേണ്ടേ, ഞങ്ങൾ ഡ്രൈവർമാരല്ലേ. അതുപോലെ തന്നെ പലരും വീട് എങ്ങനെ വയ്ക്കും? വീട് എങ്ങനെയോ വെക്കട്ടെ, പണ്ട് വീട് വെച്ചത് കാര്യങ്ങളില്ലല്ലോ. ആ സംഭവമല്ല ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു ഉദ്ദേശം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എൻ്റെ ജനങ്ങൾ അവരെൻ്റെ ജീവനാണ്, ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്. അതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പൈസ വാങ്ങിച്ച ഏവനെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പൈസ വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമായ ഒരു കാര്യം. പലരും പൈസ വാങ്ങിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ ഞാൻ ഇതിനകത്ത് ഒരു ബിഗ് സല്യൂട്ട് ചെയ്യുന്ന ഒരു 2-3 സംഭവങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നമ്മുടെ അവിടുത്തെ സ്വാമി, അദ്ദേഹത്തിനെ ഒരു ബിഗ് സല്യൂട്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബാലകൃഷ്ണൻ, അവന് ബിഗ് സല്യൂട്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ സജു, അതുപോലെ തന്നെ കുറച്ച് പേരുണ്ട്. കാരണം നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അവരൊക്കെ. മനസ്സിലായില്ലേ? പക്ഷേ ഇതിനകത്ത് എല്ലാവരെയും കുറ്റം പറഞ്ഞ് അവൻ ലക്ഷങ്ങൾ വാങ്ങി, കോടികൾ വാങ്ങിച്ച ആരാണുള്ളത്? പേര് ഇപ്പോൾ വെളിപ്പെടുത്തുക. ഇത് എന്തായാലും ഈ ലൈവ് പലരും കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ഇതിൻ്റെ മുതലാളി വല്ലതും ആർക്കെങ്കിലും ഷാജഹാൻ കുടപ്പിനോട് 1 രൂപ വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അതിനകത്ത് ഇതിൻ്റെ കമ്മീഷൻ ഏവനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? പക്ഷേ ഇത് ഇപ്പം ദുരിതത്തിലേക്കാണ് പോകുന്നത്, നല്ല മഴയിലേക്കാണ് പോകുന്നത്. ഏതൊക്കെ കാലം എങ്ങനെയൊക്കെ വരുന്നു എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ വാങ്ങിച്ച മുതലാളി പോലും ഈ നാട്ടിലില്ല. കൊടുത്ത ആൾക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിനൊരു അടിയന്തരമായ ഒരു തീരുമാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ടാക്കിയില്ല എങ്കിൽ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ ഇവിടെ, പ്രതിപക്ഷ നേതാവ് എവിടെ, അതുപോലെ തന്നെ ഇവിടെ ഈ വാർഡ് മെമ്പർമാർ, ബ്ലോക്ക് മെമ്പർമാർ, ജില്ലാ മെമ്പർമാരില്ലേ, ഇത് സ്റ്റോപ്പ് ചെയ്തില്ല എങ്കിൽ ഇനി അവിടെ ഓപ്പൺ ചെയ്താൽ ഷാജഹാൻ കുടപ്പനമൂടിൻ്റെ വാണിംഗ് ആണ്, അവസാനത്തെ വാണിംഗ് ആണ്. പക്ഷേ എന്തെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വേദനയോടുകൂടി മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? കാരണം അവിടെ പാറ പൊട്ടിക്കുന്ന സമയത്ത് പോലും ചുണ്ടക്കാലിമൂട് ഉൾപ്പെടെ കുടപ്പനമൂട് ഉൾപ്പെടെ വീടുകൾ കുലുങ്ങിക്കൊണ്ട്, അതുപോലെ തന്നെ എത്രയൊക്കെ വീടിന് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അത് കിണറിൽ പോലും, അതായത് എനിക്ക് എൻ്റെ ഒരു പ്രിയ സുഹൃത്താണ് ബാലകൃഷ്ണൻ, കേബിൾ ടി വിയിൽ വർക്ക് ചെയ്യുന്ന, കേബിൾ ടി വി നടത്തുന്ന ഒരു ബാലകൃഷ്ണൻ, ആ മനുഷ്യൻ, അതുപോലെ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ, ആ ഭാഗത്ത് ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ. പക്ഷെ ഇതൊക്കെ വളരെ മോശമായ രീതിയിൽ ഇനി മുമ്പോട്ട് പോയാൽ, ഇനി ഞാൻ ഒരാൾ മരിച്ചാലും പിന്നെ പ്രശ്നമില്ലല്ലോ, അതപ്പോൾ സംഭവം തീരുമല്ലോ. അപ്പം ഈ കോറി അങ്ങ് അടച്ചു പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ 1.5 മാസമല്ല, ഇനി 2 മാസമല്ല, 1 വർഷമല്ല, ഇനി ആ മുതലാളി വാങ്ങിയ എത്ര കാലം
ഞാനിപ്പോൾ പറയുന്നത് ഇത്രയും രാത്രി എഴിച്ചിരുന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഈ കോടതിയുടെ ഓർഡർ സുപ്രീം കോടതിയിൽ അവർക്ക് അനുകൂലമായ റിപ്പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ലൈവ് ഇടുന്നത്. പിന്നെ എത്ര രാത്രിയായാലും എത്ര കാലങ്ങളായാലും ഇനി ഷാജഹാൻ കുടപ്പനമൂട് ജീവനോടെ ഉണ്ടെങ്കിൽ അവിടെ ഒരു കോറിയും പ്രവർത്തിക്കില്ല. ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് പോലും 1 രൂപ പോലും ഷാജഹാൻ കുടപ്പനോട് വാങ്ങിച്ചിട്ടുമില്ല, വാങ്ങിക്കുകയില്ല, മരിക്കുന്നത് ഒരു വാങ്ങിക്കുകയില്ല. കാരണം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. കാരണം ഇതിനകത്ത് ഏതൊക്കെ നേതാക്കന്മാർ, ഞാൻ പലരെയും വെല്ലുവിളിച്ചു. അന്ന് ഞാൻ ആ കോറിയിൽ പോയി ഒരു ലൈവ് ഇട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു. ഞാനന്ന് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തപ്പോൾ പോലും എന്നെ മോശമായിട്ട് സംസാരിച്ചവരുണ്ട്. കാരണം ഇപ്പം ഈ ലോറി ഡ്രൈവർമാരായിരുന്നാലും പിന്നെ പൈസ വാങ്ങിയവരായിരുന്നാലും അവരെയൊക്കെ കുടുംബം ഇവിടെ കാണൂല. ഈ വെള്ളട പഞ്ചായത്തിലും അമ്പൂരി പഞ്ചായത്തിനകത്തും കാണൂല. പക്ഷെ ഈ പഞ്ചായത്തിനകത്ത് ഉള്ളവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത്. പക്ഷെ ഇതിനകത്ത് ഒരു 100% ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഷാജഹാൻ കുടപ്പനമോട് പറയുന്നു, അറിയാമല്ലോ. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നു, പിന്നെ പല നേതാക്കന്മാർ പൈസ വാങ്ങി, പല രാഷ്ട്രീയക്കാർ പൈസ വാങ്ങി. എനിക്കാരും പിന്നെ അവിടെ തന്നെ വെള്ളട പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്മോഹനനോ ഇന്ന് വരെ നിങ്ങളെ കയ്യിൽ നിന്ന് ഒരു പൈസയും വാങ്ങിച്ചിട്ടില്ല. അത് 100% ഉറപ്പാണ്. രാജ്മോഹനനുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. MLA CK ഹരീന്ദ്രൻ, അദ്ദേഹം ഒരു പൈസ വാങ്ങിച്ചിട്ടില്ല. ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ അതുപോലെ തന്നെ അമ്പൂരി പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, പലരും പൈസ വാങ്ങി. അതുപോലെ തന്നെ സജു കൂതാളി, സജു പൈസ വാങ്ങിച്ചു. സജു പൈസ എന്തോ പറഞ്ഞു, ലേലം വിളിച്ചു. അതുപോലെ തന്നെ MLA മാര് വിളിച്ചു, പൈസ ലേലം വിളിച്ചു എന്നൊക്കെ നിങ്ങളെയൊക്കെ ഈ ചർച്ചയുണ്ടല്ലോ. അതിനേക്കാളും അപ്പുറമായിട്ടാണ് ഷാജഹാൻ കുടപ്പനോട് ഇപ്പോൾ വന്നിട്ടുള്ളത്. നാളെ മുതൽ ഞാനൊരു കാര്യം പറയുന്നു. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, എൻ്റെ പ്രിയപ്പെട്ട ഞാൻ കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നു, കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചു, ഞാൻ തോറ്റെങ്കിലും എനിക്ക് സന്തോഷമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വോട്ടർമാർ എനിക്കുണ്ടായിരുന്നല്ലോ, അത്രയും വോട്ട് ചെയ്തല്ലോ, എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? ഇപ്പം എൻ്റെ ഉറക്കം ഞാൻ അത്രയും കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ രാത്രിയിൽ ലൈവിൽ വന്നത്. ഇനി ഏവനൊക്കെ പൈസ വാങ്ങിച്ചിട്ടുണ്ടോ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ അടിയിൽ ആര്, പിന്നെ MLA പൈസ വാങ്ങിച്ചിട്ടുണ്ടോ, മിനിസ്റ്റർ പൈസ വാങ്ങിച്ചിട്ടുണ്ടോ, മുഖ്യമന്ത്രി പൈസ വാങ്ങിച്ചിട്ടുണ്ടോ, ഇദ്ദേഹത്തിൻ്റെ ഈ 4 പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അടിയന്തരമായിട്ട് തന്നെ തീരുമാനം എടുത്തില്ല എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഷാജഹാൻ കുടപ്പനമൂട് എന്നൊരു സാധനത്തിന് അങ്ങ് മറന്നു കളയുക. പറഞ്ഞു മനസ്സിലായില്ലേ? പിന്നെ എല്ലാവർക്കും, പിന്നെ ഇത് എൻ്റെ വേദന കൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉരുൾപൊട്ടൽ അറിയാമല്ലോ, വയനാട്, പറയേണ്ട ആവശ്യമുണ്ടോ? കണ്ണ് നിറഞ്ഞു. കൊച്ചുമക്കൾ ഉൾപ്പെടെ എത്ര പേരാണ് മരിച്ചത്? പറയും, നിങ്ങൾ തന്നെ പറയും. ഇതുപോലെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കേണ്ട ഒരു അവസ്ഥ, അത് നിങ്ങൾ കുറച്ച് മുമ്പിലത്തെ പ്രാവശ്യം കൂടെ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സംഭവിച്ചതിന് ശേഷം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ സംഭവിച്ചതിന് ശേഷം അത് അവിടം വരെയായി ഇങ്ങനെയായി എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഒരിക്കലും നമ്മുടെ നാട് വരാൻ പാടില്ല. കാരണം ഞാൻ സ്വന്തമായിട്ട് മത്സരിച്ച സമയത്ത് പോലും എന്നെ നെഞ്ചോട് ചേർത്ത് നിർത്തിയവരാണ് ഇവരൊക്കെ. പറഞ്ഞു മനസ്സിലായില്ലേ? നെഞ്ചോട് ചേർത്ത് നിർത്തിയവരാണ് ഇവരൊക്കെ. വളരെ വേദനയുണ്ട്. പറഞ്ഞു മനസ്സിലായില്ലേ? ഇനി വെള്ളട പഞ്ചായത്തിലോ അമ്പൂരി പഞ്ചായത്തിലോ ഒരു കോറിയോ ഉണ്ടാവില്ല. ഉണ്ടായാൽ ആദ്യം ഷാജഹാന്റെ മരണമായിരിക്കും. യാവന ഉണ്ടാക്കിക്കൊണ്ടായിരുന്നാൽ ഇനിയിപ്പോൾ മുഖ്യമന്ത്രി, ആ മനുഷ്യനെ കുറ്റപ്പെടുത്തിയല്ല പറയാൻ, മുഖ്യമന്ത്രി ആയിരുന്നാലും ഇതിന് പെർമിഷൻ കൊടുക്കണ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നാലും ആരായിരുന്നാലും സത്യം, ആദ്യം ഷാജഹാന്റെ മരണം കണ്ടതിന് ശേഷം മാത്രമേ ഇവിടെ ഇനി ഒരു കോറി പ്രവർത്തിക്കുകയുള്ളൂ. പിന്നെ ഇതിന് ഇനി എന്തൊക്കെ നമുക്ക് പരിഹാരം കാണാനുണ്ട്, എല്ലാവരും ഒറ്റക്കെട്ടായി നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയോടെ നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു കുറച്ച് ദിവസം. പിന്നെ അതും ഇനിയിപ്പം അടുത്ത മാസം എനിക്ക് അഡ്മിറ്റ് ആവേണ്ടി വരും. കുഴപ്പമില്ല, എങ്കിലും എല്ലാവരോടൊപ്പം ഞാനുണ്ട്. എൻ്റെ മരണം വരെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.